നമസ്കാരം സുഹൃത്തുക്കളെ, വിശ്വവീഥി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അസാധാരണമായ കഥയാണ് പറയുന്നത്. കേട്ടാൽ നിങ്ങൾ ഒരു നിമിഷം ഞെട്ടിപ്പോകും. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അവരുടെ ഉറ്റ ചങ്ങാതിയായ ചൈനയ്ക്ക് കൊടുത്ത എട്ടിന്റെ പണിയെക്കുറിച്ച്. എന്നാൽ ഇന്ത്യയ്ക്ക് അതൊരു സമ്മാനമാണ്, ഒരു അപ്രതീക്ഷിത സമ്മാനം. എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, ചൈനയുടെ ഏറ്റവും അത്യാധുനിക മിസൈലായ PL-15. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാൽ ഇത് സത്യമാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വീഡിയോയുടെ അവസാനം വരെ കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കരുത്. അപ്പോൾ എന്താണ് ഈ PL-15 മിസൈൽ? ഇതൊരു സാധാരണ മിസൈലൊന്നുമല്ല. ആകാശത്തിലുള്ള ശത്രുക്കളെ ദൂരെ നിന്ന് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക എയർ ടു എയർ മിസൈലാണിത്. ആകാശത്ത് സമ്പൂർണാധിപത്യം നേടാൻ ചൈന രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിനെ നാറ്റോ വിളിക്കുന്നത് തണ്ടർബോൾട്ട് എന്നാണ്. ഇതിന് അത്യാധുനിക AESA റഡാർ, ശക്തമായ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ, വിവരങ്ങൾ കൈമാറാനുള്ള ടു-വേ ഡാറ്റാ ലിങ്ക് എന്നിവയൊക്കെയുണ്ട്. ഒരു വിമാനത്തെ പിന്തുടരുമ്പോൾ തന്നെ സ്വയം ദിശ മാറ്റാൻ ഈ മിസൈലിന് കഴിയും എന്നതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. ചൈനീസ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മോഡലിന് 200 മുതൽ 300 കിലോമീറ്റർ വരെ റേഞ്ചുണ്ട്. ഇത് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ പറക്കും. എന്നാൽ പാകിസ്ഥാൻ നൽകിയ എക്സ്പോർട്ട് പതിപ്പിന്റെ റേഞ്ച് 145 കിലോമീറ്ററായി കുറച്ചിരുന്നു. പാകിസ്ഥാന്റെ JF-17, J-10C യുദ്ധവിമാനങ്ങളിലും അവരുടെ AWACS വിമാനങ്ങളിലും ഈ മിസൈൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ച് അവരുടെ ആകാശം സുരക്ഷിതമാക്കും എന്നാണ് ചൈന കരുതിയത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ വൻ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ഈ ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ തന്നെ. പാകിസ്ഥാൻ ഈ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ധീരരായ സൈന്യം ആ ശ്രമം പരാജയപ്പെടുത്തി. ഇനി കേൾക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമാക്കി ഒരു PL-15 മിസൈൽ അയച്ചു. അത് എവിടെയാണ് ചെന്ന് വീണതെന്നറിയാമോ? നമ്മുടെ ഹോഷിയാർപൂരിൽ. അതിർത്തിയിൽ നിന്ന് വെറും 125 കിലോമീറ്റർ മാത്രം അകലെ. അതും ഒരു കേടുപാടുമില്ലാതെ. എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പാകിസ്ഥാൻ യുദ്ധവിമാനം ദൂരെ നിന്ന് മിസൈൽ വിക്ഷേപിച്ചു. എന്നാൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഇലക്ട്രോണിക് വാർഫെയർ വിഭാഗം ആ മിസൈലിന്റെ ഡാറ്റാ ലിങ്ക് വിദഗ്ധമായി തടഞ്ഞു. അതോടെ മിസൈലിന് അതിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു. സാധാരണയായി ഇത്തരം മിസൈലുകൾക്ക് ലക്ഷ്യം തെറ്റിയാൽ സ്വയം നശിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഇവിടെ നിർഭാഗ്യവശാൽ PL-15ന്റെ സെൽഫ് ഡിസ്ട്രക്ട് സിസ്റ്റം പ്രവർത്തിച്ചില്ല. അങ്ങനെ ആ മിസൈൽ മൃദുവായ മണ്ണിൽ പതിച്ചു. അതിന്റെ ശക്തമായ ഘടന കാരണം ഒരു പോറൽ പോലുമില്ലാതെ അത് നമ്മുടെ കൈയിലെത്തി. ഇന്ത്യക്ക് ഇതൊരു നിധിയാണ്. ചൈനയുടെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയായ ഇതിലെ ഓരോ ഘടകവും, സീക്കർ, മോട്ടോർ, ഡാറ്റാ ലിങ്ക് എന്നിവ നമുക്ക് പഠിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് പഠിക്കുന്നതിലൂടെ ഈ മിസൈലിന്റെ പ്രവർത്തനം, സിഗ്നലുകൾ പ്രോസസ് ചെയ്യുന്ന ഫ്രീക്വൻസി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭാവിയിൽ ഈ മിസൈലിനെ തടയാനും ഇതിനെതിരെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ചൈനയുടെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലിന്റെ രഹസ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. ലോകം ഈ സംഭവം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്ക, UK, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ മിസൈലിനെക്കുറിച്ച് പഠിക്കാൻ താൽപര്യം കാണിക്കുന്നു. കാരണം ചൈനയുടെ ഈ ടോപ്പ് സീക്രട്ട് ടെക്നോളജി ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. ചൈനീസ് വ്യോമസേനയുടെ കരുത്തായ ഈ മിസൈൽ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലെത്തിയത് അവർക്ക് വലിയ നാണക്കേടാണ്. PL-15 ചൈനയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ ഒരു നിർണായക ഭാഗമാണ്. ഇതിന്റെ കയറ്റുമതി പതിപ്പായ PL-15E ഒറിജിനലിനേക്കാൾ കുറഞ്ഞ റേഞ്ചുള്ളതാണ്. അമേരിക്കയുടെ AIM-120D, യൂറോപ്പിന്റെ MBDA മെറ്റിയർ തുടങ്ങിയ മിസൈലുകളെ പ്രതിരോധിക്കാനാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സാങ്കേതികവിദ്യ വിശകലനം ചെയ്യുന്നത് ചൈനയുടെ സൈനിക ശേഷിയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകും. ഒരു PL-15E മിസൈലിന് ഏകദേശം 9 മുതൽ 12 ലക്ഷം ഡോളറാണ് വില കണക്കാക്കുന്നത്. ദക്ഷിണേഷ്യയിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം ജപ്പാന് ഒരു വെല്ലുവിളിയാണ്. ഫ്രാൻസ് ആകട്ടെ ഇന്ത്യയുടെ പ്രധാന ആയുധ പങ്കാളിയാണ്. ഈ സാഹചര്യത്തിൽ PL-15നെക്കുറിച്ചുള്ള പഠനം ഭാവിയിലെ സൈനിക സഹകരണത്തിന് കൂടുതൽ സാധ്യതകൾ നൽകും. സുഹൃത്തുക്കളെ, ഇത് ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ്.
അതേസമയം ഇന്ത്യയ്ക്ക് ഇതൊരു തന്ത്രപരമായ വിജയം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങൾക്കായി വിശ്വവീഥി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.